എല്ലാവർക്കും സ്റ്റഡി വിത്ത് റിവിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 10th പ്രിലിംസിന്റെ ആദ്യഘട്ടത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. അതായത് ജൂലൈ 18 2026 നടന്ന ഫസ്റ്റ് സ്റ്റേജ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ കൊൽക്കത്തയാണ്. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി സ്പോർട്സ് മ്യൂസിയമായ ഫനാറ്റിക് സ്പോർട്സ് മ്യൂസിയം കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2017 ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. പ്രശസ്ത കായിക ചരിത്രകാരനായ ബൊറിയ മജുംദാറും ഹർഷവർദ്ധൻ നിയോട്ടിയും ചേർന്നാണ് ഇത് സ്ഥാപിച്ചത്. പെലെ, സച്ചിൻ ടെണ്ടുൽക്കർ, ഉസൈൻ ബോൾട്ട് തുടങ്ങിയ ഇതിഹാസ താരങ്ങളുടെ കായിക ഉപകരണങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? അത് കൊൽക്കത്തയാണ്. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻ സ്റ്റേഡിയം ആണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക എന്നറിയപ്പെടുന്നത്. അടുത്തത് നമുക്ക് ഓപ്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് നോക്കാം. അതായത് കൊച്ചി എന്ന് പറയുന്നത് കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമാണ്. ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം, അതായത് കല്ലൂർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ ഹോം ഗ്രൗണ്ട് ആണ് കൊച്ചി. ചെന്നൈയിനെ ഇന്ത്യയുടെ ചെസ് തലസ്ഥാനം എന്നാണ് വിശേഷിക്കപ്പെടുന്നത്. പ്രശസ്തമായ MA ചിദംബരം അഥവാ ചെപ്പോക്ക് ക്രിക്കറ്റ് സ്റ്റേഡിയം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ് ആണ്. സാനിയ മിർസ, PV സിന്ധു തുടങ്ങിയ കായിക താരങ്ങളുടെ ജന്മനാടും കൂടിയാണ് ഹൈദരാബാദ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2. തൃശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ്? ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ C, രാമവർമ്മ ശക്തൻ തമ്പുരാൻ. കൊച്ചി ഭരിച്ചിരുന്ന ഏറ്റവും പ്രഗത്ഭനായ രാജാവായിരുന്നു രാമവർമ്മ ശക്തൻ തമ്പുരാൻ. 1790 1805 കാലഘട്ടത്തിലായിരുന്നു. വടക്കുനാഥ ക്ഷേത്രം, അതായത് തൃശൂരിലെ വടക്കുനാഥ ക്ഷേത്രത്തിന് ചുറ്റുമുണ്ടായിരുന്ന തേക്കുകാടുകൾ വെട്ടിത്തെളിച്ച് അദ്ദേഹം സ്വരാജ് റൗണ്ട് നിർമ്മിച്ചു. തൃശൂർ നഗരത്തിന്റെ ശില്പി എന്നാണ് രാമവർമ്മ ശക്തൻ തമ്പുരാൻ അറിയപ്പെടുന്നത്. 1798 ലോകപ്രശസ്തമായ തൃശൂർ പൂരം ആരംഭിച്ചത് ഇദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ സ്മാരകം തൃശൂരിലെ ശക്തൻ തമ്പുരാൻ കൊട്ടാരവളപ്പിൽ സ്ഥിതി ചെയ്യുന്നു. കൊച്ചി രാജവംശത്തിലെ ഏറ്റവും കരുത്തനായ ഭരണാധികാരി എന്ന നിലയിലാണ് അദ്ദേഹത്തിന് ശക്തൻ എന്ന വിശേഷണം ലഭിച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ വീരകേരളവർമ്മ കൊച്ചി രാജാവായിരുന്നു. പോർച്ചുഗീസുകാരെ തോൽപ്പിക്കാൻ ഡച്ചുകാരുമായി സഖ്യമുണ്ടാക്കി. മട്ടാഞ്ചേരിയിലെ ഡച്ച് കൊട്ടാരം ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു നവീകരിച്ചത്. കേശവരാമവർമ്മ കൊച്ചി രാജ്യത്ത് അറിയപ്പെടുന്ന മറ്റൊരു ഭരണാധികാരിയായിരുന്നു. സാംസ്കാരിക പുരോഗതിക്ക് നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ടായിരുന്നു. മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നാണ് മാർത്താണ്ഡവർമ്മ അറിയപ്പെടുന്നത്. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. 1750 തൃപ്പടിദാനം നടത്തി. അതില് രാമവർമ്മ ശക്തൻ തമ്പുരാനെ കുറിച്ച് കുറച്ചും കൂടി ഉണ്ട്. അതായത് പെരുമ്പടപ്പ് സ്വരൂപത്തെ കൊച്ചി രാജ്യമാക്കി മാറ്റിയത് രാമവർമ്മ ശക്തൻ തമ്പുരാനാണ്. പെരുമ്പടത്ത് സ്വരൂപത്തിലെ നാടുവാഴികളെ അമർച്ച ചെയ്തതും രാമവർമ്മ ശക്തൻ തമ്പുരാനാണ്. കൊച്ചി രാജ്യത്തെ വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചത് രാമവർമ്മ ശക്തൻ തമ്പുരാനാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ലോഹങ്ങളുടെ രാജാവ് ഏതാണ്? ഓപ്ഷൻസ് A സ്വർണം, ഓപ്ഷൻ B വെള്ളി, ഓപ്ഷൻ C മെർക്കുറി, ഓപ്ഷൻ D പ്ലാറ്റിനം.
അപ്പൊ ആൻസർ എന്താ? ഓപ്ഷൻ എ സ്വർണമാണ്. അപ്പൊ സ്വർണത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? സ്വർണത്തിന്റെ അറ്റോമിക് നമ്പർ ആണ് 79 അപ്പം അതിന്റെ ലാറ്റിൻ നെയിം എന്താണ്? ഔറം എന്നാണ്. ആ ഔറത്തിന്റെ പ്രതീകമായിട്ടാണ് AU എന്നാണ് സ്വർണത്തിനെ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ അടിച്ചു പരത്താനും വലിച്ചു നീട്ടാനും കഴിയുന്ന ലോഹമാണ് സ്വർണം. അതായത് സ്വർണത്തിന് ഡക്റ്റബിലിറ്റിയും മാലബിലിറ്റിയും ഒക്കെ കൂടുതലാണെന്നാണ് പറയുന്നത്. ജലവുമായോ വായുമായോ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത ഒരു ഉത്കൃഷ്ട ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്വർണമാണ്. സ്വർണം ലയിക്കുന്ന ഒരേ ഒരു ദ്രാവകം ആണ് അക്വറീജിയ. അക്വറീജിയ നമ്മുടെ ദ്രാവകം എന്നാണ് അറിയപ്പെടുന്നത്. 100% പരിശുദ്ധമായ സ്വർണം എന്ന് പറയുന്നത് 24 ക്യാരറ്റ് ആണ്. പിന്നെ നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം. ഓപ്ഷനിലേക്ക് പോകുമ്പോൾ വെള്ളിയുടെ അറ്റോമിക് നമ്പർ എത്രയാണ്? 47 ആണ്. വൈദ്യുതിയെയും താപത്തെയും ഏറ്റവും നന്നായി കടത്തിവിടുന്ന ലോഹമാണ്. കൃത്രിമ മഴ പെയ്യിപ്പിക്കാൻ നമ്മൾ സിൽവർ അയോഡൈഡ് ആണ് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ നമ്പർ സി മെർക്കുറിയുടെ അറ്റോമിക് നമ്പർ എത്രയാണ്? 80 ആണ്. He എന്നാണ് മെർക്കുറിയുടെ പ്രതീകം. സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിലുള്ള ഒരേ ഒരു ലോഹമാണ്. മീനാമാത രോഗത്തിന് കാരണമാകുന്നത് മെർക്കുറിയാണ്. പ്ലാറ്റിനം എന്ന് പറയുന്നതിന്റെ അറ്റോമിക് നമ്പർ 78 ആണ്. വൈറ്റ് എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനമാണ്. സ്വർണത്തേക്കാൾ കടുപ്പമുള്ളതും രാസപ്രവർത്തനങ്ങളിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നതുമായ ലോഹമാണ് പ്ലാറ്റിനം. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? സ്വർണത്തിന്റെ അറ്റോമിക് നമ്പർ 79 ആണ്. അപ്പം സ്വർണത്തിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് AU എന്ന പ്രതീകം കൊണ്ടാണ്. ഏറ്റവും കൂടുതൽ അടിച്ചു പരത്താനും വലിച്ചു നീട്ടാനും കഴിയുന്ന ലോഹം ഏതാന്ന് ചോദിച്ചാൽ അത് സ്വർണമാണ്. സ്വർണം ജലവുമായും വായുമായും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത ഒരു ലോഹമാണ്. സ്വർണം ലയിക്കുന്ന ഒരേയൊരു ദ്രാവകം എന്ന് പറയുന്നത് അക്വാറീജിയാണ്. അക്വാറീജിയാണ് നമ്മുടെ രാജദ്രാവകം എന്ന് അറിയപ്പെടുന്നത്. വെള്ളിയുടെ അറ്റോമിക് നമ്പർ എത്രയാണ്? അത് 47 ആണ്. വൈദ്യുതിയെയും താപത്തെയും ഏറ്റവും നന്നായി കടത്തിവിടുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് വെള്ളിയാണ്. മെർക്കുറിയുടെ അറ്റോമിക് നമ്പർ 80 ആണ്. 80. സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിലുള്ള ഒരേ ഒരു ലോഹമാണ് മെർക്കുറി. പിന്നെ പ്ലാറ്റിനം എന്ന് പറയുന്നത് വൈറ്റ് ഗോൾഡ് എന്നാണ് പ്ലാറ്റിനം അറിയപ്പെടുന്നത്. സ്വർണത്തേക്കാൾ കടുപ്പമേറിയ ലോഹമാണ്. 78 ആണ് പ്ലാറ്റിനത്തിന്റെ അറ്റോമിക് നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെ? ആൻസർ ഈസ് ബാംഗ്ലൂർ. ഇന്ത്യയിലെ IT തലസ്ഥാനവും സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നതുമായ നഗരമാണ് ബാംഗ്ലൂർ. ISRO, ഇൻഫോസിസ്, വിപ്രോ തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളുടെ ആസ്ഥാനമാണ് ബാംഗ്ലൂര്. ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതീകരിക്കപ്പെട്ട നഗരമാണ് ബാംഗ്ലൂര്. പിന്നെ ഓപ്ഷനിൽ വന്നതാണ് ന്യൂഡൽഹി. ഇന്ത്യയുടെ തലസ്ഥാനമാണ് ന്യൂഡൽഹി. എറ്റിൽ ല്യൂട്ടിയൻസ്, ഹെർബർട്ട് ബേക്കർ എന്നിവർ രൂപകൽപ്പന ചെയ്തതാണ് ഈ ഒരു നഗരം. പിന്നെ വിസ്തീർണത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് ഗോവയാണ്. പിന്നെ 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഓപ്ഷൻ തന്നിട്ടുണ്ട്. KR മീര, B പ്രഭാവർമ്മ, C MK സാനു, D EP രാജഗോപാൽ. ആൻസർ ഈസ് EP രാജഗോപാൽ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം പ്രമുഖ മലയാള സാഹിത്യ നിരൂപകനാണ് EP രാജഗോപാൽ. അദ്ദേഹത്തിന്റെ മികച്ച സാഹിത്യ സംഭാവനകൾക്കാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. മഹാകവി G ശങ്കരക്കുറുപ്പ് 1968 ഏർപ്പെടുത്തിയതാണ് ഓടക്കുഴൽ പുരസ്കാരം. ഓടക്കുഴൽ പുരസ്കാരം ഏത് ട്രസ്റ്റിന്റെ കീഴിലാണ് വരുന്നത് വെച്ചാൽ അത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ കീഴിലാണ്.
30,000 രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡിന്റെ തുക. അപ്പം 2025 EP രാജഗോപാലിനെയാണ് ലഭിച്ചത്. അപ്പൊ 2024 ആർക്ക് കിട്ടി? 2024 K അരവിന്ദാക്ഷനെയാണ് കിട്ടിയത്. കൃതി ഗോപ എന്ന നോവലിനെയാണ് ലഭിച്ചത്. 2023 PN ഗോപികൃഷ്ണനെയാണ് കൃതി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കവിതയായ മാംസഭോജിക്കാണ് കിട്ടിയിട്ടുള്ളത്. കേരള സർക്കാരിന്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? ഓപ്ഷൻ വള്ളത്തോൾ അവാർഡ്, GV രാജ അവാർഡ്, സി ഇന്ദിരാഗാന്ധി ഗോൾഡ് കപ്പ്, ഡി സന്തോഷ് ട്രോഫി. അപ്പം ഏതാണ്? GV രാജ അവാർഡാണ്. കേരള കായിക രംഗത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഗോദവർമ്മ രാജ. ഇദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. കേരള സ്പോർട്സ് കൗൺസിൽ രൂപീകരിച്ചത് ഇദ്ദേഹമാണ്. കായിക മേഖലയിലെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കേരളത്തിലെ കായിക താരങ്ങൾക്കാണ് ഈ ഒരു അവാർഡ് നൽകുന്നത്. അപ്പം കേരള സ്പോർട്സ് ദിനം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒക്ടോബർ 13 കേരളത്തിന്റെ കായിക ദിനം. അത് ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. വള്ളത്തോൾ അവാർഡ് നൽകുന്നത് സ്വകാര്യ മേഖലയിലെ ഉയർന്ന സാഹിത്യ പുരസ്കാരത്തിനാണ്. ഇന്ദിരാഗാന്ധി ഗോൾഡ് കപ്പ് പ്രധാനമായിട്ടും കായിക ടൂർണമെന്റിനാണ്, അതായത് വനിതാ ഹോക്കിക്കാണ് നൽകുന്നത്. സന്തോഷ് ട്രോഫി ഇന്ത്യയിലെ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനാണ് നൽകുന്നത്. 16ാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ് ചോദിച്ചാൽ അത് 2026 ഏപ്രിൽ 9 നടന്നത്.